വേദിയിൽ ഇപ്പൊ ഇവിടെ നമ്മുടെ ഈ നേതാക്കന്മാരെ കുറച്ചാലേ ഇരിക്കുന്നുള്ളൂ. ബാക്കി പലരും നേതാക്കന്മാരായ ആളുകളൊക്കെ അപ്പുറത്ത് അവിടെ ഇവിടേക്ക് ഉണ്ടാകും. എന്നാൽ ഇത് കോൺഗ്രസിന്റെ വേദിയാണെങ്കിൽ എല്ലാവർക്കും മുന്നത്തെ കസേര വേണം. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഒരു ബസ്സിൽ ഒരു യാത്ര വേണമല്ലോ. നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലേക്ക് ഒരു ബസ്സിലൂടെ യാത്ര, കേരളത്തിന്റെ വികസനത്തിന്റെ വിശദീകരണം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു യാത്ര കോൺഗ്രസ് ഈ ജന്മം നടത്താൻ പറ്റില്ല. കാരണം എല്ലാവർക്കും മുന്നത്തെ സീറ്റ് വേണ്ടി വരും. എല്ലാവർക്കും മുന്നത്തെ സീറ്റ് കൊടുക്കേണ്ടി വന്നാൽ പിന്നെ ബസ്സാക്കാൻ പറ്റില്ല. അത് പ്രത്യേക തലത്തിൽ കേരളത്തിന്റെ റോഡ് ഡിസൈൻ ചെയ്യേണ്ടി വരും. ഈ ആളുകളാണ് കസേരയ്ക്ക് വേണ്ടി അടിപിടി കൂട്ടുന്ന സ്വന്തം പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ, സ്വന്തം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ പരസ്യമായി ചാനലുകൾക്ക് മുന്നിൽ പ്രത്യേക തലത്തിലുള്ള തെറി പരസ്യമായി വിളിക്കുന്നവരാണ് ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ. അവരാണ് ഇവിടെ വന്ന് UDF-കാരാണ് ഇവിടെ വന്ന് പറയുന്നത് ഇടതുപക്ഷം ഈ കേരളത്തിൽ ഇത് അവസാനിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തുകൊണ്ട് വീണ്ടും വരണം? ഞാൻ അതാണ് തുടക്കത്തിൽ വിശദീകരിച്ചത്. ഇടതുപക്ഷം എന്തിനു വേണം? ഒന്ന്, നമ്മുടെ വികസനം ഉറപ്പുവരുത്താൻ. നോക്കൂ നിങ്ങൾ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഓഫീസ് അടച്ചുപൂട്ടിപ്പോയത് കേരളത്തിൽ മുസ്ലിം ലീഗുകാരനായ പൊതുമരാമത്ത് മന്ത്രി കേരളത്തിലുള്ള കാലത്താണ്. ആ മനുഷ്യന്റെ പേര് ഇബ്രാഹിം കുഞ്ഞ് എന്നാണ്. ഇബ്രാഹിം കുഞ്ഞ് എന്ന് പറയുന്ന ലീഗിന്റെ നേതാവാണ് കേരളത്തിൽ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് കേരളത്തിൽ നാഷണൽ ഹൈവേ വികസനം നടക്കില്ല. എന്നാൽ ഇടതുപക്ഷം പറഞ്ഞു നാഷണൽ ഹൈവേയുടെ വികസനം ഇതാ കേരളത്തിൽ പൂർത്തിയായി വരികയാണ്. ചില പോരായ്മകൾ, ആ കരാർ കമ്പനികൾ ചില പോരായ്മകൾ സംഭവിച്ചതുകൊണ്ട് ചില വിള്ളിച്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് തിരുത്തി നാഷണൽ ഹൈവേയുടെ പൂർത്തീകരണം കേരളത്തിൽ നടത്തും. ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞത് ഗെയിൽ വാതക പദ്ധതി കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ പദ്ധതിയായി കൊണ്ടുവരുമ്പോൾ ഗെയിൽ വാതക പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞവർ കേരളത്തിലുണ്ട്. എന്നാൽ ഗെയിൽ വാതക പദ്ധതി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ പൂർത്തീകരിച്ചു. എന്നെ കേൾക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരായ ചെറിയ കുട്ടികളോട് നിങ്ങൾ ചോദിക്കണം. നമ്മളൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ SSLC പരീക്ഷയും സ്കൂളിൽ പരീക്ഷാകാലവുമാകുമ്പോ എന്റെ വാപ്പ അങ്ങാടി പോയിട്ട് ഒരു ബൾബ് കൊണ്ടുവരും. ആ ബൾബിന്റെ പേര് 110-ന്റെ ബൾബ്. ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി വാപ്പ 110-ന്റെ ബൾബ് കൊണ്ടുവരും. എന്റെ ശബ്ദം കേൾക്കുന്ന അമ്മമാരുണ്ട് ഇവിടെ, എന്നെ കേൾക്കുന്ന രക്ഷിതാക്കളുണ്ട് ഇവിടെ, പല പാർട്ടികളിൽപ്പെട്ട ആളുകളുണ്ട്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാവേ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾ ആരെങ്കിലും ഈ മാർച്ച് മാസത്തിൽ നിങ്ങളുടെ കുട്ടി പരീക്ഷ എഴുതാൻ നിൽക്കുമ്പോ 110-ന്റെ ബൾബ് നിങ്ങളുടെ അങ്ങാടിയിൽ പോയി വാങ്ങിയിട്ടുണ്ടോ? ഈ അങ്ങാടിയിലെ ഏതെങ്കിലും ഒരു കടയിൽ പോയി നിങ്ങൾക്കിപ്പോൾ 110-ന്റെ ബൾബ് വാങ്ങാൻ കിട്ടുമോ? എന്തേ അതില്ലാത്തത്?